സായിരാം. എല്ലാവർക്കും നമസ്കാരം. അപരോക്ഷ അനുഭൂതി. ശ്രീഹരിം പരമാനന്ദം ഉപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം നമാമ്യഹം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ശങ്കരാചാര്യസ്വാമികൾ ഇനി 75-ാമത്തെ ശ്ലോകം മുതൽ 86 വരെ 12 ശ്ലോകങ്ങൾ വീണ്ടും ജഗത് മിഥ്യ എന്നുള്ളതിനെ നമുക്ക് പൂർണ്ണമായി ബോധ്യമാകുന്നതിനായിട്ട് പല ഉദാഹരണങ്ങളെ കൊണ്ട് പറയാൻ പോകുന്നു. ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം. കാരണം വീണ്ടും 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 കേട്ടാൽ മാത്രമേ ഈ ജഗത് മിഥ്യ എന്നുള്ളത് നമുക്ക് ഉറയ്ക്കുള്ളൂ. വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നു എല്ലാം ജഗത്തിനെയാണ്, ഫുള്ളായിട്ട് ജഗത്തിലാണ്. ജഗത് മിഥ്യ എന്നുള്ളത് മനസ്സിലായാൽ മാത്രമേ ബ്രഹ്മസത്യം മനസ്സിലാവുള്ളൂ. കാരണം നമ്മൾ കാണുന്നതെല്ലാം ജഗത്താണ്. ഇതിനെ ബ്രഹ്മമായിട്ട് കാണാൻ പറ്റണ്ടേ? ഇത് മുഴുവൻ സത്യമാണെന്നുമാണ് നമ്മളുടെ വിചാരം. നമ്മൾ ദേഹധർമ്മത്തിൽ കൂടിയാണ് ഇതിനെയൊക്കെ കാണുന്നത്. ഇന്ദ്രിയങ്ങളാണ് ഇതിനുമായിട്ട് മുഴുവൻ ബന്ധപ്പെടുന്നത്. ഇന്ദ്രിയങ്ങൾക്ക് അത്രമാത്രം ശക്തിയാണ്. അപ്പോ യഥാർത്ഥ ആ സത്യത്തിലേക്ക്, ആനന്ദത്തിലേക്ക് നമുക്ക് ഇന്ദ്രിയങ്ങൾ വഴിക്ക് പോകാൻ പറ്റില്ല. അതേസമയം ഇന്ദ്രിയങ്ങളെല്ലാം പലതരം സുഖങ്ങൾ തരും. ആ സുഖങ്ങളിലാണ് നമ്മൾ മുഴുകി ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ മിഥ്യാത്വത്തെ മനസ്സിലാക്കുന്നത് എളുപ്പമല്ല, വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ആചാര്യസ്വാമി ഒരുപാട് ശ്ലോകങ്ങൾ അതിനായിട്ട് വെച്ചിരിക്കുന്നത്. നമുക്കിപ്പോ 75-ാമത്തെ ശ്ലോകം നോക്കാം. യഥാ വൃക്ഷവിപര്യാസോ ജലാദ്ഭവതി കസ്യചിത്. യഥാ വൃക്ഷവിപര്യാസോ ജലാദ്ഭവതി കസ്യചിത് തദ്വദാത്മനി ദേഹത്വം പശ്യത്യജ്ഞാനയോഗതഃ. തദ്വദാത്മനി ദേഹത്വം പശ്യത്യജ്ഞാനയോഗതഃ. യഥാ വൃക്ഷവിപര്യാസോ ജലാദ്ഭവതി കസ്യചിത് തദ്വദാത്മനി ദേഹത്വം പശ്യത്യജ്ഞാനയോഗതഃ. ഇതിലെ ഈ രണ്ടാമത്തെ വരിയുണ്ടല്ലോ, തദ്വദാത്മനി ദേഹത്വം പശ്യത്വജ്ഞാനയോഗതഃ. ഈ വരി ഇനി എല്ലാ ശ്ലോകങ്ങളിലും 75 മുതലുള്ള 12 ശ്ലോകങ്ങളിൽ രണ്ടാമത്തെ വരി ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാം. കാരണം ആ അജ്ഞാനം കൊണ്ട് എന്നുള്ളത് നമ്മുടെ ഉള്ളില് അത്രത്തോളം ഉള്ളില് കയറാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും അങ്ങനെ തന്നെ എല്ലാ ശ്ലോകങ്ങളിലും വരുന്നത്. നമുക്ക് നോക്കാം എന്താണ്. ആദ്യത്തെ വരികളില് പലവിധ ഉദാഹരണങ്ങളെ പറയും. ഇപ്പൊ ഇവിടെ യഥാ വൃക്ഷ വിപര്യാസോ ജലാദ്ഭവതി കസ്യ എന്ന് പറഞ്ഞു. അടുത്തതിൽ വേറെ ഒന്നായിരിക്കും. പക്ഷെ രണ്ടാമത്തെ വരി എല്ലാത്തിലും ഒരുപോലെ ആയിരിക്കും. നാം കാണുന്ന പലതും മിഥ്യ. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന പലതിനെയും മിഥ്യ എന്ന് പറയും. നമ്മൾ ഇതേവരെ അത് മിഥ്യ എന്ന് നമുക്ക് അങ്ങനെ മനസ്സിലായിട്ടില്ല. അതിനെല്ലാം ഇത് മിഥ്യയാണ്, നിങ്ങൾ ഈ കാണുന്നതെല്ലാം മിഥ്യയാണെന്ന് കുറേ ഉദാഹരണങ്ങൾ പറയുമ്പോൾ നമുക്ക് കുറച്ചെങ്കിലും നമുക്ക് ഇനി അതിനെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ മിഥ്യാത്വം വരും. അതിനു വേണ്ടിയിട്ടാണ് ആചാര്യസ്വാമി അങ്ങനെ ചെയ്യുന്നത്. നമ്മള് പ്രതീക്ഷിക്കാത്ത ഉദാഹരണങ്ങളാണ് ഇവിടെ വരിക. രണ്ടാമത്തെ വരിയില് നമുക്ക് തരുന്ന അറിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാം ഇങ്ങനെ തെറ്റായി ശരിയല്ലാത്തതായി കാണുന്നതിന് എന്താണ് കാരണം? എന്തുകൊണ്ടാണ് നമുക്ക് ഈ മിഥ്യ അനുഭവപ്പെടുന്നത്? നമ്മൾ കാണുന്നത് മിഥ്യയാണെന്നുള്ള പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കാണുന്നത്? നല്ലൊരു ചോദ്യമല്ലേ? നിങ്ങൾ പറയുന്നു മിഥ്യയാണെന്ന് പറയുന്നു. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഈ മിഥ്യയായിട്ട് ഇങ്ങനെ കാണപ്പെടുന്നത്? എന്താണ് അതിന് കാരണം? ഞാൻ ഈ കാണുന്ന മിഥ്യ കാണുന്നതിന് എന്താണ് കാരണം? അങ്ങനെ ഒരു കാരണം തോന്നാൽ എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? അപ്പോ അതിന് അധ്യാസ കാരണം. നമ്മളെല്ലാം അധ്യാസമല്ലേ? അധ്യാസം ചെയ്യുന്നതല്ലേ ഇതിന് പറയുന്നത്, മിഥ്യയായിട്ടുള്ളതിനെ. അപ്പോ അതെന്താണ് അധ്യാസ കാരണം? അധ്യാസത്തിന് എന്താണ് കാരണം? ഒന്നിൽ മറ്റൊന്നിനെ കാണുന്നതിന് എന്ത് കാരണം? അതാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ കയറിൽ പാമ്പിനെ കാണുന്നു ഇല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്?
അതൊരു ചോദ്യമാണല്ലോ, എന്തുകൊണ്ട് അങ്ങനെ കാണണേ? അപ്പൊ അതിന് കാരണം പറയുന്നത്, അതിന് കൃത്യമായ കാരണമുണ്ട്. അധ്യാസത്തിന് എന്താണ് കാരണം? അതിന്റെ ഉത്തരമാണ് അജ്ഞാനം. അജ്ഞാനം മൂലമാണ് അങ്ങനെ കാണുന്നത്. അപ്പൊ നമ്മളൊക്കെ അജ്ഞാനികളാണ്. അത് എപ്പോഴും പറയുന്നുണ്ടല്ലോ. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാ പരിശ്രമിക്കുന്നത്? ജ്ഞാനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു. എന്തുകൊണ്ടാണ് ജ്ഞാനത്തിന് പരിശ്രമിക്കുന്നത്? അജ്ഞാനി ആയതുകൊണ്ട്. എപ്പോഴാ ജ്ഞാനം വരിക? അജ്ഞാനം മാറിയാൽ മാത്രം മതി, അല്ലാതെ വേറെ ജ്ഞാനം പ്രത്യേകിച്ച് വരണ്ട. അജ്ഞാനം മാറിയാൽ എന്താണ് പിന്നെ അവിടെ അവശേഷിക്കുന്നത്? ജ്ഞാനമാണ് അവശേഷിക്കുന്നത്. അത് വളരെ സിമ്പിളാണ്. പക്ഷെ അതിലോട്ട് എത്താൻ എളുപ്പമില്ലല്ലോ. കാരണം അജ്ഞാനമാണ് കൂടുതൽ. ഫുൾ അജ്ഞാനത്തിൽ ഇരിക്കുകയാണ്. എത്രയോ ജന്മജന്മങ്ങളായിട്ട് അജ്ഞാനത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ അതിനെ മാറ്റണം. സ്വല്പം വലുതാക്കി പറഞ്ഞാൽ, നമ്മൾ ഈ കാണുന്നതൊക്കെ അജ്ഞാനം കൊണ്ടാണ് നമുക്ക് ഈ ഇവിടെ ഈ മിഥ്യയായിട്ട് നമ്മൾ ഉള്ളതിനെ ശരിയായിട്ട് ധരിക്കുന്നത്. അപ്പോ ശരിക്കും അതിന്റെ കുഴപ്പം എന്താണെന്ന് കഴിഞ്ഞാൽ അധിഷ്ഠാനത്തെ നമ്മൾ കാണുന്നില്ല. ഈ അജ്ഞാനം മൂലം അധിഷ്ഠാനത്തെ കാണില്ല. അപ്പൊ ശരിക്കും അധിഷ്ഠാന അജ്ഞാനമാണ്. ബ്രഹ്മത്തിൽ നിന്നാണ് ഇതെല്ലാം നമുക്ക് തോന്നുന്നത്. ബ്രഹ്മത്തിൽ നിന്ന് മായ ആ ശക്തി ഉപയോഗിച്ച്, ബ്രഹ്മം മായാശക്തി ഉപയോഗിച്ച് ആണ് ഈ ഒരു സിനിമയെ നമ്മൾക്ക് കാണിക്കുന്നത് എന്നുള്ള ആ ബോധം നമുക്കില്ല. അപ്പൊ എന്തിന്റെയാണ് ശരിക്കും അജ്ഞാനം? ബ്രഹ്മം തന്നെയാണ് ഇത് എല്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ലല്ലോ. അത് മനസ്സിലാക്കിയാൽ ഈ പ്രശ്നം മാറും. അത് മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ്? അധിഷ്ഠാനമായ ബ്രഹ്മത്തിനെ കുറിച്ചുള്ള ജ്ഞാനമില്ല. അപ്പോ അധിഷ്ഠാനത്തിനെ കുറിച്ചുള്ള അജ്ഞാനം, അധിഷ്ഠാനത്തെ കുറിച്ചുള്ള അജ്ഞാനമാണ് ഇതിനൊക്കെ കാരണം. ആധാരത്തെ പറ്റിയുള്ള അറിവില്ലായ്മ. ഇതിന്റെയൊക്കെ ആധാരം എന്ത് എന്നറിയുന്നില്ല. അവിടെയാണ് പ്രശ്നം. ഇനി അഥവാ ഒരു സെക്കൻഡ് ആധാരത്തെ അറിഞ്ഞാലും ഇതിൽ നമ്മൾ ആധാരത്തെ കാണുന്നില്ല. ആഭരണങ്ങളെ കാണുന്നു, പെട്ടെന്ന് സ്വർണത്തെ അവിടെ ഓർക്കുന്നില്ല. പിന്നെയാണ് കുറച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴാണ് അയ്യോ ഇത് സ്വർണമാണല്ലോ എന്നുള്ള കാര്യം ഓർക്കുന്നത്. ആദ്യം ആഭരണങ്ങളെ ഓർക്കുകയുള്ളൂ. എല്ലാം അങ്ങനെ തന്നെയാണ്. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അധിഷ്ഠാനത്തെ മറക്കും, വളരെ പെട്ടെന്ന് അധിഷ്ഠാനത്തെ മറക്കും. അതിനാണ് അജ്ഞാനം എന്ന് പറയുന്നത്. ഇപ്പൊ കയർ പാമ്പ് ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇല്ലേ, വേദാന്തത്തിലെ എപ്പോഴും പറയുന്ന കയർ പാമ്പ് ഉദാഹരണം. അവിടെ എന്താ ഉണ്ടായേ? കയറ് കിടക്കുന്നു, അരണ്ട വെളിച്ചത്തിൽ അതിനെ പാമ്പായിട്ട് ഒരാള് തെറ്റിദ്ധരിക്കുന്നു. എന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. അപ്പൊ ശരിക്കും എന്താണ് അവിടെ? പാമ്പിനെ അയാൾ നേരത്തെ കണ്ടു കാണും, അല്ലെ? അല്ലെങ്കിൽ പാമ്പ് എന്ന് തോന്നും. പാമ്പ് എന്നുള്ളത് അയാളുടെ ജീവിതത്തിൽ അയാൾ കണ്ടിട്ടുണ്ട്. അതിന്റെ പ്രശ്നങ്ങൾ അറിയാം. അത് വിഷമുള്ളതാണെന്നും കടിക്കാൻ മരിച്ചു പോകുമെന്നും അതിന്റെ ഷേപ്പും അത് കിടക്കുന്നത് എങ്ങനെയാണെന്നും ഒക്കെ അയാൾ കണ്ടിട്ടുണ്ട്. പാമ്പിനെ കുറിച്ച് നന്നായിട്ട് അയാൾക്ക് അറിയാം. അതേസമയം അയാൾ യഥാർത്ഥമായിട്ട് കയറിനെ അറിയില്ലെങ്കിൽ, കയറ് എന്നുള്ള ശരിക്കും കയറ് അയാൾ കണ്ടിട്ടില്ലെങ്കിൽ അയാൾക്ക് എപ്പോഴും ഇത് പാമ്പ് തന്നെയായിരിക്കും. ഈ കാണുന്നതൊക്കെ അയാൾക്ക് പാമ്പായിട്ട് തോന്നും, ഇല്ലേ? പാമ്പായിട്ടേ തോന്നുള്ളൂ. അതേസമയം കയർ എന്ന ജ്ഞാനം അയാൾക്കുണ്ടെങ്കിൽ, കയർ എന്നൊരു വസ്തു അത് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ പാമ്പ് പോലെ തോന്നും. യഥാർത്ഥത്തിൽ അതിന്റെ ആ കയർ എന്നുള്ളൊരു വസ്തുവാണ് എന്നുള്ള അറിവ് അയാൾക്ക് ഇല്ലെങ്കിൽ ഇത് വരില്ല. അപ്പൊ കയർ എന്നുള്ള വസ്തുവിന്റെ ആ അറിവാണ് ജ്ഞാനം. കയർ എന്ന ആ വസ്തു, അതാണ് ജ്ഞാനം. ആ ജ്ഞാനം ഉണ്ടെങ്കിൽ ഈ പാമ്പെന്നുള്ള അജ്ഞാനം അവിടെ വരില്ല. അപ്പൊ അത് ഉറയ്ക്കാത്തത് കൊണ്ടാണ് പെട്ടെന്ന് കാണുന്ന ഉടനെ അതിനെ വേറൊരു രീതിയിലേക്ക് അതിനെ കാണുന്നത്. അധിഷ്ഠാനത്തിനെ ഓർക്കാതെ കണ്ടാണ്. കയറിനെ കണ്ടിട്ട് പാമ്പാണെന്ന് അധ്യാസം ചെയ്യാണ്. വേറൊന്നും മനസ്സിലുള്ളത് മുഴുവൻ പാമ്പിന്റെ രൂപമോ കാര്യങ്ങളുമാണ്. അതിനെ ഈ കിടക്കുന്ന ഒരു വള്ളിയോ എന്ത് കണ്ടാലും ഉടനെ അതിനെ പാമ്പാണെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? യഥാർത്ഥമായിട്ടുള്ളതിനെ കുറിച്ചുള്ള അജ്ഞാനം, അല്ലെ? യഥാർത്ഥമായിട്ട് അവിടെ ഉള്ളത് കയറാണ്. അതിനെക്കുറിച്ചുള്ള അജ്ഞാനമാണ് ഈ പാമ്പാണെന്ന് തോന്നിക്കാൻ കാരണമായത്. പാമ്പിനെ കുറിച്ച് അറിയുകയും ചെയ്യാം അതുകൊണ്ട്. അപ്പോ തെറ്റായതിനെ കാണുന്നതിന് കാരണമായി തീരുന്നു. അധിഷ്ഠാനത്തെ കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ട് അവിടെ തെറ്റായതിനെ കാണാൻ കാരണമായി തീരുന്നു. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അജ്ഞാനയോഗതഃ എന്ന അവസാന വരിയിൽ പറയുന്നുണ്ട്. തദ്വദാത്മനി ദേഹത്വം പശ്യത്വജ്ഞാനയോഗത, പശ്യത്വജ്ഞാനയോഗത. അപ്പൊ എങ്ങനെയാണ് അവിടെ? ആത്മനി ദേഹത്വം പശ്യതി, അജ്ഞാനയോഗം, അജ്ഞാനയോഗത. ഇവിടെ യോഗം എന്ന് പറഞ്ഞാൽ ഇവിടെ ചേരൽ, കൂടിച്ചേരൽ എന്നുള്ളതാണ്. യോഗം എന്നുള്ളതിന് ഇവിടെ ഈ സന്ദർഭത്തിൽ ഉപയോഗിക്കുന്നത് ചേരൽ എന്നാണ്. തഹ എന്നുള്ളതിന് കാരണം, തഹ എന്നുള്ളതിന് കാരണവും, അതിനാൽ, അതുകൊണ്ട്, തഹ കാരണം, അതിനാൽ. അജ്ഞാനയോഗത, ഇവിടെ യോഗം എന്നാൽ ചേരൽ, തഹ എന്നുള്ളതിന് കാരണം,
അപ്പൊ എന്താണ് അജ്ഞാനയോഗം, അജ്ഞാനത്തോട് ചേർന്ന്, അതിനാൽ അജ്ഞാനയോഗത, അതിനാൽ ആത്മനി ദേഹത്വം പശ്യതി, ആത്മനി ആത്മസ്വരൂപത്തിൽ അവനവനിൽ അജ്ഞാനി ദേഹത്വം പശ്യതി, ദേഹധർമ്മങ്ങളെ കാണുന്നു, ശരീരത്തിന്റെ തന്മകളെ കാണുന്നു. ആത്മാവിൽ ശരീരത്തെ കയറ്റിവെക്കുന്നു. ഉള്ളത് ആത്മാവാണ്, അതില് ശരീരത്തെ കയറ്റിവെക്കുന്നു. അപ്പൊ ഈ ആത്മാവിനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണല്ലോ ഈ പ്രശ്നം. ആത്മാവിനെ കുറിച്ച് യഥാർത്ഥമായിട്ട് അറിഞ്ഞാൽ ആത്മാ എന്നൊന്നേ ഉള്ളൂ. ഈ ശരീരം ഇങ്ങനെ നമുക്ക് കാണുന്നു, വരുന്നു, പോകുന്നു, കർമ്മഫലമായിട്ടുണ്ടാകുന്ന എന്താ പറയുക, മായ കൊണ്ടുണ്ടാകുന്ന ഒരു സംഗതിയാണ്. ഇത് സത്യമല്ല എന്നുള്ളൊരു ബോധം ഉണ്ടാവണമെങ്കിൽ ആത്മാവിനെ കുറിച്ച് അറിയാതെ അത് ഉണ്ടാവുമോ? അതുകൊണ്ടാണ് ആത്മാവിനെ കുറിച്ച് വേദാന്തം പറഞ്ഞു തരുന്നത്. വേദാന്തം അതുകൊണ്ട് ആത്മാവിനെ കുറിച്ച് പറയുന്നു. നേരെ മറിച്ച് കർമ്മകാണ്ഡമോ അവിടെ വല്ല പറയുന്നത്. അവിടെ ഈ ശരീരത്തിന് സുഖമായിട്ടിരിക്കാൻ, ഇന്ദ്രിയങ്ങൾക്ക് സുഖം കിട്ടാനുള്ള കർമ്മങ്ങളും കാര്യങ്ങളെയാണല്ലോ പറയുന്നത്, ആത്മസുഖത്തിനുള്ളതല്ലല്ലോ പറയുന്നത്. അപ്പൊ വേദാന്തമാണ് ആത്മാവിനെ കുറിച്ച് പറയുന്നത്. നിങ്ങൾ ഈ വിചാരിക്കുന്ന ശരീരമല്ല, ഈ സുഖങ്ങളൊന്നും ശാശ്വതമല്ല. യഥാർത്ഥമായ നിങ്ങൾ ആത്മാവാണ്, ഈ ശരീരമല്ല. ഇത് വന്നും പോയും ഇരിക്കുന്നതാണ്. നിങ്ങൾ എന്നുമുണ്ട്, നിങ്ങളിൽ ഇത് വരുന്നു പോകുന്നു, എത്രയോ വർഷം ഇത് നിലനിൽക്കുന്നു, പിന്നീടും പോകുന്നു, വീണ്ടും ഇതുപോലെ നിങ്ങൾക്കൊരു ശരീരം ലഭിക്കുന്നു, അതും വരുന്നു പോകുന്നു. അതല്ല യഥാർത്ഥം. നിങ്ങൾ ആത്മസ്വരൂപരാണ് എന്നാണ് ഇപ്പൊ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ പാമ്പിന്റെ തന്മയെ കയറിൽ കാണുന്നു. കാരണം എന്തുകൊണ്ടാ? അജ്ഞാനയോഗത. നമ്മുടെ കൂടെ സ്ഥിരമായിട്ടുള്ള ഒരാളാണ് അജ്ഞാനം. എപ്പോഴും നമ്മുടെ കൂടെ ഉള്ള ഒരാളാണ് അജ്ഞാനം. അതിനാൽ നമ്മൾ ദേഹധർമ്മത്തെ ആത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ദേഹധർമ്മത്തെയാണ് ആത്മാവിൽ കാണുന്നത്. അപ്പൊ ആദ്യ വരിയില് ഒരു ഉദാഹരണം പറഞ്ഞു തരികയാണ് ഇവിടെ. ഫസ്റ്റ് വരിയിൽ യഥാ വൃക്ഷവിപര്യാസോ ജലാദ്ഭവതി കസ്യചിത് എന്ന് പറഞ്ഞു. കൂടുതൽ ഉദാഹരണങ്ങൾ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അഭ്യാസം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഇത്രയും ഉദാഹരണം? 75 മുതൽ 12 ശ്ലോകങ്ങളിൽ ഇനി ഉദാഹരണം പറയാമോ? എന്തിനാ ഈ 12 പറയുന്നത്? കൂടുതൽ അഭ്യാസം ചെയ്താലേ ഏത് കാര്യവും നന്നായിട്ട് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അഭ്യാസം കൂടുതൽ വേണം. എല്ലാത്തിനും അഭ്യാസം ധാരാളം ആവശ്യമാണ്. എന്താ നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ തന്നെ നോക്കാം. ഇംപൊസിഷൻ. എന്തിനാണ് ഇംപൊസിഷൻ എഴുതിപ്പിക്കുന്നത്? നമ്മൾ മുന്നിലൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. ഇംപൊസിഷൻ എന്തിനാണ് എഴുതിക്കുന്നത്? ഇംപൊസിഷൻ എഴുതി കഴിഞ്ഞാൽ ഒരേ കാര്യം വീണ്ടും 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 ഒരു 2 പേജ് 3 പേജ് 4 പേജൊക്കെ എഴുതി കഴിയുമ്പോൾ അതങ്ങ് ഓർക്കും. അത് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പൊ ഏറ്റവും മനസ്സിലാകാത്തത് എന്താണോ അതിനാണ് ഇംപൊസിഷൻ തരിക. അപ്പൊ ആ ഇംപൊസിഷൻ ചെയ്ത് കഴിയുമ്പോൾ ആ കാര്യം നമുക്ക് പക്കായായി. അതുപോലെയാണ് ഇവിടെ ആചാര്യസ്വാമി ഇംപൊസിഷനാണ്. ഓരോരോ ഉദാഹരണങ്ങൾ പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഏത് ഇൻസ്ട്രുമെന്റ് ആണോ ജ്ഞാനം തരുന്നത്, നമുക്കൊരു ഇൻസ്ട്രുമെന്റ് വഴിക്കാണ് ജ്ഞാനം ലഭിക്കുന്നത്, ഒരു പ്രമാണം. ആ ഇൻസ്ട്രുമെന്റ് തന്നെ അത് തന്നെ ചിലപ്പോ അധ്യാസവും അതിൽ കൂടെ തന്നെ നടക്കും. ഒരേ ഇൻസ്ട്രുമെന്റ് തന്നെ ജ്ഞാനവും തരും. അതേ ഇൻസ്ട്രുമെന്റ് തന്നെയാണ് അധ്യാസത്തിനും കാരണമാകുന്നത്. ജ്ഞാനവും വിപരീത ജ്ഞാനവും ഒരേ ഇൻസ്ട്രുമെന്റിൽ കൂടി നടക്കും എന്ന് പറയും. ജ്ഞാനവും വിപരീത ജ്ഞാനവും. കണ്ണുകൊണ്ട് ഒരു വസ്തുവിന്റെ നിറം അറിയുന്നു, അല്ലെ? ഇന്ദ്രിയം വഴി. ഇന്ദ്രിയമാണ്, കണ്ണിന്ദ്രിയമാണ്. കണ്ണുകൊണ്ട് ഒരു വസ്തുവിന്റെ നിറം അറിയുന്നു. അതേ കണ്ണുകൊണ്ട് തന്നെയാണ് അധ്യാസം ചെയ്യപ്പെട്ട നിറവും നമ്മൾ കാണുന്നത്. അത് നേരത്തെ ഒരു ഉദാഹരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ഗ്ലാസ്, അതിന്റെ പേപ്പർ വെയിറ്റ്, ഗ്ലാസ് കൊണ്ടുള്ള ഒരു പേപ്പർ വെയിറ്റ് വെച്ചിരിക്കുന്നു മേശപ്പുറത്ത്. അതിൻ്റെ അടുത്ത് ഒരു ചുവന്ന പൂവ് വെച്ചിരിക്കുന്നു. നമ്മൾ നോക്കുമ്പോൾ ഈ ഗ്ലാസ് ചുവന്നിരിക്കുന്നു. അപ്പൊ ശരിക്കും അവിടെ എന്താ ഉണ്ടായേ? ആ ചുവപ്പ് നിറം ഈ ഗ്ലാസ്സിൽ അധ്യാസം ചെയ്യപ്പെട്ടു. ഈ പേപ്പർ വെയിറ്റ് ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ, ചില്ല് കൊണ്ടുണ്ടാക്കിയ അതില് അധ്യാസം, ഗ്ലാസോ എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ, ആ ചില്ല് കൊണ്ടുള്ള അതില്, കളറില്ലാത്ത അതില് ഈ പൂവിന്റെ കളർ, ചുവപ്പോ മഞ്ഞോ എന്താണെങ്കിലും ആ കളറ് അതില് അധ്യാസം ചെയ്യപ്പെട്ടു. ഇത് കാണുന്നത് ഏത് കണ്ണുകൊണ്ടാ? നമ്മുടെ ഈ കണ്ണുകൊണ്ട് തന്നെയാണ്. നേരത്തെ ഈ ഗ്ലാസിനെ കണ്ടപ്പോ എങ്ങനെയാ? നല്ല ക്ലീൻ ആയിട്ടുള്ള ഗ്ലാസിനെ കണ്ടതും ഈ കണ്ണുകൊണ്ട് തന്നെയാണ്. അധ്യാസം ചെയ്യപ്പെട്ട അവിടെ നിറം കണ്ടതും ഈ കണ്ണുകൊണ്ട് തന്നെയാണ്. അപ്പോ ഈ കണ്ണുകൊണ്ട് കാണുന്നതിനെ വിശ്വസിക്കാമോ ആണ് ചോദ്യം. അപ്പൊ രണ്ടും അവിടെ സംഭവിക്കും. ജ്ഞാനവും സംഭവിക്കും, വിപരീത ജ്ഞാനവും സംഭവിക്കും. ഇന്ദ്രിയങ്ങൾ കൊണ്ട് രണ്ടും സംഭവിക്കാം. ഒരു പ്രമാണത്തിന്, ആ പ്രമാണത്തിൽ ഒരു ദോഷം വന്നാൽ ആ ദുഷ്ടപ്രമാണം ദോഷജ്ഞാനത്തെ നൽകും. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
ഒരു പ്രമാണം ദോഷം വന്നാൽ, പ്രമാണത്തിൽ ദോഷം വന്നാൽ ആ ദുഷ്ടപ്രമാണം ദോഷജ്ഞാനത്തെ നൽകും, വിപരീത ജ്ഞാനത്തെ നൽകും. ശരിയായ പ്രമാണം ശരിയായ ജ്ഞാനത്തെ നൽകും. അതുകൊണ്ടാണ് ശ്രുതി പ്രമാണം. അത് തെറ്റായ ജ്ഞാനം വരികയില്ല, തെറ്റായിട്ടൊരു കാര്യം അതിനകത്ത് വരുന്നില്ല. ഇന്ദ്രിയങ്ങൾ വഴിക്ക് അങ്ങനെയല്ല. ഇന്ദ്രിയങ്ങൾ വഴിക്ക് ആത്മതത്വം പഠിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിന്റെ കാര്യം എന്താ? ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല ആത്മാവിനെ എന്ന് പറയുന്നത് ആ പ്രമാണം ശരിയല്ല. പ്രമാണം നമ്മളെ കളിപ്പിക്കും. ഏതുപോലെ കണ്ണുകൊണ്ട് ആ നിറം കണ്ടപ്പോ പറ്റിയ അബദ്ധം പോലെ എല്ലാ ഇന്ദ്രിയങ്ങളും കൊണ്ടും ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റും. അതിനാൽ ജ്ഞാനം ലഭിക്കാൻ ശരിയായ പ്രമാണത്തെ തന്നെ ഉപയോഗിക്കണം. തെറ്റായ പ്രമാണങ്ങൾ കൊണ്ടൊരിക്കലും അത് സാധിക്കില്ല. തെറ്റായ ജ്ഞാനമാണ് അത് തരിക. ഇപ്പോ നമ്മൾ സാധാരണ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മളെ പറ്റിക്കുന്നത് നമുക്കറിയാം. ആൾക്കാർ നമ്മളെ പറ്റിക്കുന്നത്. ഇപ്പോ പണ്ട് കാലത്ത് കിണർ കുഴിക്കുന്ന സമയത്ത് വലിയ കിണറായിരിക്കും കുഴിക്കുന്നത്. അതിന് പൈസ കൊടുക്കുന്നത് അതിന്റെ ഇത്ര കോൽ എന്നുള്ള ഒരു അളവ് കോലുണ്ടാവും. ആ കോല് വെച്ച് അളന്നിട്ടാണ് 18 കോൽ അല്ലെങ്കിൽ 20 കോൽ 22 കോൽ. അപ്പൊ ഒരു കോലിന് ഇത്ര രൂപ, ഒരു കോലിന് 1000 രൂപയാണെങ്കിൽ 12 കോലിന് 12000 രൂപ, ഇങ്ങനെയാണ് കണക്ക് വയ്ക്കുന്നത്. അപ്പോ പണ്ട് ഗ്രാമപ്രദേശത്തൊക്കെ അവരെന്ത് കഴിഞ്ഞാൽ ഈ കോല് ചെറുതാണ്. നമുക്കറിയില്ലല്ലോ കറക്റ്റ് ഒരു കോലിന്റെ നീളം, ഒരു കോൽ അളവ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പൊ ഈ കോല് നീളം ചെറുതാക്കി കഴിഞ്ഞാൽ യഥാർത്ഥമായിട്ട് ഒരു 15 കോല് വരുന്ന സ്ഥലത്ത് കോല് ചെറുതാക്കിയാൽ എന്താവും? അത് 20 കോലാവും അല്ലെ? അളക്കുമ്പോ 15 കോല് അതിന്റെ ഒരു വലിപ്പം ഉണ്ടല്ലോ. ഒരു കോലിന് കറക്റ്റ് വലിപ്പം വെച്ച് നോക്കുമ്പോൾ 15 കാണുള്ളൂ. പക്ഷെ ഇവര് കള്ളത്തരം കൊണ്ട് ആ കോല് ചെറുതാക്കി ഉള്ള ഒരു സ്ഥാനത്തെ കൊണ്ടുവന്ന് നമുക്ക് കണ്ടാൽ കറക്റ്റ് നമുക്ക് അറിയില്ല. ഇതിന് കൂടുതൽ അതിനെ കുറിച്ച് അറിയില്ല. ഇതാണ് ഒരു കോൽ എന്ന് പറഞ്ഞാൽ ശരി, സമ്മതിച്ചു. നമ്മൾ അളക്കുമ്പോൾ 20 ഉണ്ടാവും. അപ്പൊ തെറ്റിദ്ധാരണ അവിടെ പറ്റിയില്ലേ? ആ ഇൻസ്ട്രുമെന്റ് കൊണ്ട് തെറ്റ് പറ്റി. പിന്നെ അതേപോലെ നമ്മൾ ഈ സാധാരണ ഈ കപ്പലിന്റെ കച്ചവടക്കാർ പണ്ടൊക്കെ ഉള്ളവർ അവരുടെ ഈ അളന്ന് തരുന്ന പാത്രത്തിന്റെ അടിയിൽ അവര് പേപ്പർ അമർത്തി വെച്ചിട്ടുണ്ടാവും. എപ്പോഴും അവര് ഈ ചാക്കിന്റെ മുകളിൽ, ഈ കപ്പലിന്റെ വെക്കുന്ന ചാക്കിന്റെയോ അല്ലെങ്കിൽ പാത്രത്തിന്റെയോ മുകളിൽ ഇത് നിറച്ചു വെച്ചിരിക്കുന്നതേ കാണും. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിറച്ചു വെക്കും. ഒരിക്കലും നിറയ്ക്കാതെ അത് വെക്കില്ല. എപ്പോഴും ആ അളവ് പാത്രം, ആ ലിറ്റർ പാത്രം, അളവ് പാത്രം എന്താ വെച്ചാൽ നാഴിയോ, അത് അവിടെ നിറഞ്ഞായിരിക്കും ഇരിക്കുന്നത്. അത് നിറഞ്ഞത് എടുത്തിട്ട് തരും, വീണ്ടും നിറച്ചു തരും. അതിന്റെ ഉൾവശം കാണാൻ പോലും നമുക്കൊരു സമയം കിട്ടത്തില്ല. അത് അവരുടെ സ്പീഡും ടെക്നിക്കും അങ്ങനെയാണ്. അതിന്റെ അടിയിൽ ശരിക്കും ഒരു ജാൻ വലിപ്പം അതിനുണ്ടെങ്കിൽ അതില് 1/4 ഭാഗമെങ്കിലും പേപ്പർ വെച്ച് നിറച്ചു കാണും. അപ്പൊ അതും കൽപ്പിയിലല്ലേ നടക്കുന്നത്. ആ ഇൻസ്ട്രുമെന്റും നമ്മളെ തെറ്റായ ജ്ഞാനത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അളവ് പാത്രം തെറ്റായി നിർമ്മിക്കും. അതേപോലെ ലിറ്റർ പാത്രം, എണ്ണ കച്ചവടത്തിന്റെ അടിയിൽ അതിന്റെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ കറക്റ്റ് 1 ലിറ്ററിന്റെ അളവ് കാണാം. പക്ഷെ അതിന്റെ അടിയിലത്തെ തകിട് മുകളിലേക്ക് കയറിയിട്ടായിരിക്കും വെച്ചിരിക്കുന്നത്. അത് നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റത്തില്ല. അതും തെറ്റായിട്ടുള്ള അളാണ്. അതേമാതിരി ത്രാസില് തെറ്റായിട്ടുള്ള എത്രയോ കാര്യങ്ങൾ അളക്കുന്ന ത്രാസിലുണ്ടാകാറുണ്ട്. അപ്പൊ ഇതൊക്കെ തെറ്റായ അറിവാണ് നമുക്ക് തരുന്നത്, ആ പ്രമാണം തെറ്റായതുകൊണ്ട്. അപ്പൊ അറിവ്, ശരിയായിട്ടുള്ള അറിവിന് എന്ത് വേണം? ശരിയായിട്ടുള്ള പ്രമാണം വേണം. അതാണ് വേദം. ശരിയായിട്ടുള്ള പ്രമാണമാണ് വേദാന്തം. വേദം ശരിയായിട്ടുള്ള പ്രമാണം അതാണ്. ശ്രുതി പ്രമാണം എന്ന് ആചാര്യസ്വാമി എപ്പോഴും പറഞ്ഞത് അതുകൊണ്ടാണ്. അത് തെറ്റായ ഒരു കാര്യത്തെയും അവിടെ നിന്ന് വരില്ല. ശരിയായത് മാത്രമേ അതിനകത്തുള്ളൂ. അപ്പോ പ്രമാണത്തിന്റെ മഹത്വത്തെ അറിയണം. പ്രമാണത്തിന്റെ മഹത്വത്തെ അറിയണം നിർബന്ധമായിട്ടും. ഏത് പ്രമാണമാണ് നമ്മളെ സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുക? ഞാൻ ഏത് പ്രമാണത്തെ ആശ്രയിക്കണം? ഏതാണ് എന്നെ ശരിയായ വഴിക്ക് കൈപിടിച്ച് കൊണ്ടുപോകുക എന്ന് അറിയണം. അറിയാതെ പോയാൽ അബദ്ധം പറ്റും. ഇന്ദ്രിയങ്ങൾ മൂലമുള്ള നമ്മൾ എന്താ പറയണേ? പ്രത്യക്ഷ പ്രമാണമാണ്. എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണെന്ന് പറയും ഇല്ലേ? എന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടതാണ്. അപ്പൊ നമ്മൾ ആരെയാ വിശ്വസിക്കുന്നത്? ഇനിയും ചെവിയെയുമാണ് പൂർണ്ണമായിട്ടും വിശ്വസിച്ചിരിക്കുന്നത്. ഏത് പ്രമാണത്തെയാണ്? ഈ പ്രമാണത്തെ. ഈ പ്രമാണം തെറ്റ് ചെയ്യുമോ? തെറ്റ് ചെയ്യുമെന്ന് നമ്മൾ കണ്ടു. കണ്ണിനെ അധ്യാസം ചെയ്ത ആ പൂവിന്റെ നിറത്തെ ആ ഗ്ലാസ് ചുമപ്പാണ് എന്ന് പറയുമ്പോൾ അധ്യാസം ചെയ്ത നിറമാണ് നമ്മൾ പറയണേ. അപ്പൊ അബദ്ധം പറ്റുന്നുണ്ടല്ലോ? പറ്റും. അപ്പൊ അതുകൊണ്ട് പ്രത്യക്ഷ പ്രമാണങ്ങൾ ജ്ഞാനത്തിലേക്ക് നയിക്കണമെങ്കിൽ അവയെ നല്ല രീതിയിൽ ഉപയോഗിച്ച് ശീലിക്കണം. എന്തെങ്കിലും അതിൽ നിന്ന് ഗുണമുണ്ടാവണമെങ്കിൽ അവയെ ശരിയായ രീതിയിൽ ഉപയോഗിച്ച് ശീലിക്കണം. അതിനാണ് ഇവിടെ ഉദാഹരണം പറയുന്നത്. യഥാ
വൃക്ഷ വിപര്യാസോ വിപര്യാസഃ യഥാ വൃക്ഷ വിപര്യാസഃ. വിപര്യാസഃ എന്ന് പറഞ്ഞാൽ തലകീഴായിട്ട് കാണുക, തലകീഴായി. വിപര്യാസം തലകീഴായിട്ട്. യഥാ എവ്വിധം എങ്ങനെയാണോ മരത്തെ തലകീഴായിട്ട് കാണപ്പെടുന്നത്. മരം എങ്ങനെയാ നമുക്ക് തലകീഴായിട്ട് മരം കാണുക? ഒരു സെക്കൻഡ് ഓർത്ത് നോക്കുക. ആചാര്യസ്വാമി ആ ഉദാഹരണത്തിലേക്ക് കൊണ്ടുപോകുന്നത് വളരെ ഗംഭീരമായിട്ട്. തലകീഴായിട്ട് മരത്തെ കാണുന്നു എന്ന് പറയും. എവിടെയാണ് നമുക്ക് അങ്ങനെ തലകീഴായിട്ട് മരത്തെ കാണുക? ജലാദ്ഭവതി കസ്യചിത്, അല്ലെ? ഇപ്പോ ഒരു കുളക്കരയിൽ നിറയെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന കുളത്തിന്റെ കരയിൽ പോയി നിൽക്കുന്നു. ആ കരയിൽ നിൽക്കുമ്പോൾ ധാരാളം വൃക്ഷങ്ങളുണ്ട് അതിന് ചുറ്റും. കരയിലെല്ലാം വൃക്ഷങ്ങളാണ്. നമ്മൾ നിറഞ്ഞ വെള്ളത്തിന്റെ ഇപ്പുറത്ത് നമ്മൾ നിന്ന് നോക്കുന്നു. നമ്മൾ നോക്കുമ്പോ ജലാദ്ഭവതി, വെള്ളത്തിലെ ആ കുളത്തിലെ വെള്ളത്തിൽ കാണുമ്പോൾ, ജലാദ്ഭവതി കസ്യചിത്, വെള്ളത്തില് കാണുമ്പോൾ, എങ്ങനെ കാണുമ്പോൾ? തലകീഴായിട്ടാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഈ വൃക്ഷങ്ങളെ കാണുക. ഒന്ന് ഓർത്തു നോക്കുക, അങ്ങനെയാണോ കണ്ടിരുന്നേ? കരയിൽ ധാരാളം വൃക്ഷങ്ങൾ, നമ്മൾ ഇപ്പുറത്ത് നിൽക്കുന്നു. നമ്മൾ നോക്കുമ്പോ നമ്മൾ വെള്ളത്തിലേക്കാണ് നോക്കുന്നത്. വെള്ളത്തില് മരത്തിനെ കാണുന്നത് എങ്ങനെയാണ്? തലകീഴായിട്ടാ കാണുക. കുളത്തിലെ വെള്ളത്തിൽ, കുളക്കരയിലെ മരം കുളത്തിലെ വെള്ളത്തിൽ തലകീഴായി കാണുന്നു ചിലർക്ക്. എന്താ ഈ ചിലർക്ക് എന്ന് പറയാൻ കാരണം? ചിലർക്ക് എന്ന് പറയാൻ കാരണം ആദ്യം നോക്കുന്നത് വെള്ളത്തിലാണ്, ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് വെള്ളത്തിൽ നോക്കുകയാണ്. അപ്പൊ എന്താ? തലകീഴായി കാണുന്നു. ആ ഇതെന്തെല്ലാം തലകീഴായിട്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നു. ചിലർ, ചിലർനെ പറഞ്ഞല്ലോ, എല്ലാവരും എന്ന് പറഞ്ഞില്ല, ചിലർ. അവര് മരത്തിനെ നേരെ മരത്തിലോട്ട് നോക്കിയാൽ ഈ പ്രശ്നമുണ്ടോ? ഇല്ല. നേരെ മരത്തിലേക്ക് തന്റെ ദൃഷ്ടി പോയാൽ ഈ പ്രശ്നമില്ല. മരം മരമായിട്ട് തന്നെ കാണും. അപ്പൊ ദൃഷ്ടി എവിടേക്കാ പോയത്? ദൃഷ്ടി പോയത് കുളത്തിലെ വെള്ളത്തിലേക്ക് പോയപ്പോൾ എന്ത് കണ്ടു? ആ മരങ്ങളെല്ലാം തലകീഴായി നിൽക്കുന്നതായിട്ട് കണ്ടു. അപ്പൊ ഇവിടെ എന്താണ് പ്രശ്നം? ദൃഷ്ടി പോയതിന്റെ പ്രശ്നമല്ലേ? ദൃഷ്ടി യാഥാർത്ഥ്യത്തിലേക്ക് പോയില്ല, ദൃഷ്ടി അധ്യാസത്തിലേക്ക് പോയി. വെള്ളത്തിൽ കാണുന്ന നിഴലിലേക്ക് പോയി. അതിനെ ഞാൻ വിശ്വസിക്കാൻ പറ്റുമോ? ആ ദൃഷ്ടിയെ വിശ്വസിക്കാവോ? ഇല്ല. ദൃഷ്ടി ഒന്ന് തന്നെയല്ലേ? നേരെ നോക്കിയിരുന്നെങ്കിൽ കുഴപ്പമില്ല, വെള്ളത്തിലേക്ക് നോക്കിയപ്പോ പ്രശ്നമായി. അപ്പോ വിഷന്റെ ദോഷമാണ്. കാഴ്ച, നമ്മളെ നോക്കുന്ന നോട്ടത്തിന്റെ ദോഷം കൊണ്ടല്ലേ ഈ അബദ്ധം പറ്റുന്നേ. സത്യം സത്യമായിട്ട് തന്നെ ഇരിക്കുന്നു, മരം മരമായിട്ട് തന്നെ ഇരിക്കുന്നു, തലകീഴായി കാണുന്നു. ആരുടെ കുഴപ്പം? നമ്മുടെ നോട്ടത്തിന്റെ കുഴപ്പം. ഏതാണ് ഉപയോഗിച്ച ഇന്ദ്രിയം? കണ്ണ് എന്ന ഇന്ദ്രിയം ഉപയോഗിച്ച്, കണ്ണിനെ ഉപയോഗിച്ച് എങ്ങോട്ട് നോക്കി? അധ്യാസം ചെയ്യപ്പെട്ടതിലേക്ക് മാത്രം നോക്കി. യാഥാർത്ഥ്യമായിട്ടുള്ള മരത്തിലെ, യഥാർത്ഥമായ മരത്തിലേക്ക് നോക്കിയോ? നോക്കിയില്ല. നേരെ അവിടെ നോക്കിയിരുന്നെങ്കിൽ അത് വെള്ളത്തിൽ കാണുന്നതല്ലേ എന്ന് സിമ്പിൾ ആയിട്ട് അതിനെ തള്ളിക്കളയും. ഒരു ബുദ്ധിമുട്ടുമില്ല. തലകീഴായിട്ട് കാണുന്നല്ലോ എന്ന് ചിന്തിക്കുക പോലുമില്ല. അപ്പോ തലകീഴായി കാണുന്നത് എന്തിന്റെ കുഴപ്പം കൊണ്ടാണ്? മരത്തിന്റെ കുഴപ്പം കൊണ്ടോ വെള്ളത്തിന്റെ കുഴപ്പം കൊണ്ടോ ആണോ? അല്ല, നമ്മുടെ വിഷൻ, നമ്മുടെ വിഷന്റെ കുഴപ്പം. നമ്മൾ അങ്ങോട്ട് നോക്കിയതുകൊണ്ടല്ലേ അങ്ങനെ കാണുന്നേ. നമ്മൾ കറക്റ്റ് മരത്തിലേക്ക് നോക്കിയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അപ്പോ ആ ജലത്തിൽ നോക്കിയപ്പോഴാണ്. ജലം ആരാണ് അവിടെ? ജലമാണ് ഉപാധി. ആ ഉപാധിയിൽ കൂടി നോക്കിയപ്പോ പ്രശ്നമാണ്. ജലം അതിൽ കൂടി, ആ ഉപാധിയിൽ കൂടി നോക്കി. അപ്പോ അജ്ഞാനം എന്ന ഉപാധിയാൽ, ഇവിടെ ജലം എന്താണ്? ജലമാണ് ഇവിടത്തെ അജ്ഞാനം. അജ്ഞാനം എന്ന ഉപാധിയാൽ ആത്മാവിനെ ദേഹമായി കാണുന്നു. ഇതുപോലെ ഇവിടെ ജലം ഉപാധി. ജലത്തിൽ കൂടി നോക്കുമ്പോൾ ശരിയായ മരത്തിനെ തലകീഴായി കാണുന്നു. ഉപാധിയിൽ കൂടി കാണുമ്പോൾ അത് നോക്കുന്ന പ്രമാണം പ്രത്യക്ഷ പ്രമാണമാണെങ്കിലും ഉപാധിയിൽ കൂടി നോക്കുന്ന സമയത്ത് തലകീഴായി കാണുന്നു, സത്യത്തെ കാണുന്നില്ല. അതുപോലെ അജ്ഞാനം, നമുക്കൊക്കെ, നമ്മളെല്ലാം അജ്ഞാനികളാണ്. ഈ അജ്ഞാനം മൂലം നമ്മൾ ആത്മാവിനെ ദേഹമായി നിർണയിക്കുന്നു. എപ്പോഴും ആത്മാവിനെ ദേഹമായി. തദ്വത് ആത്മനി ദേഹത്വം, തദ്വത് അതുപോലെ ആത്മനി ദേഹത്വം, ആത്മാവിൽ ദേഹത്തെ അധ്യാസം ചെയ്യുന്നു, ദേഹമായി നിർണയിക്കുന്നു, ആത്മാവിനെ ദേഹമായി നിർണയിക്കുന്നു.
അതാണിത് വളരെ എന്താ പറയാ, ഏറ്റവും മനസ്സിലാക്കാവുന്ന ഒരു ഉദാഹരണമല്ലേ. ഉപാധിയിൽ കൂടിയുള്ള പ്രശ്നമല്ലേ സംഭവിക്കുന്നത്, പ്രമാണത്തിന്റെ പ്രശ്നമല്ലേ സംഭവിക്കുന്നത്. അപ്പോ അജ്ഞാനം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അജ്ഞാനമില്ല, നേരെ മരത്തിലേക്ക് തന്നെ ദൃഷ്ടി നേരെ അങ്ങോട്ട് പോയി ഉപാധിയെ ആശ്രയിക്കാതിരുന്നാലോ ഒരു കുഴപ്പമുണ്ടാവില്ല. ഉപാധിയിലേക്ക് പോകുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അജ്ഞാനം കൊണ്ടാണ് സംഭവിക്കുന്നത്. അതേപോലെ അടുത്ത ഒരു ശ്ലോകം കൂടെ നമുക്ക് നോക്കാം. 76-ാമത്തെ ശ്ലോകം. പോതേന ഗച്ഛത പുംസഃ സർവം ഭാതീവ ചഞ്ചലം തദ്വദാത്മനി ദേഹത്വം പശ്യത്യജ്ഞാനയോഗതഃ. പോതേന ഗച്ഛത പുംസഃ സർവം ഭാതീവ ചഞ്ചലം തദ്വദാത്മനി ദേഹത്വം പശ്യത്യജ്ഞാനയോഗതഃ. പോതേന ഗച്ഛത പുംസഃ സർവം ഭാതീവ ചഞ്ചലം തദ്വദാത്മനി ദേഹത്വം പശ്യത്യജ്ഞാനയോഗതഃ. പോതം എന്ന് പറയുന്നത് ഇവിടെ ചെറിയ ബോട്ട്, വെള്ളത്തിൽ പോകുന്ന ചെറിയ ബോട്ടിനാണ് പോതം എന്ന് പറയുന്നത്. ചെറിയ വള്ളം എന്നൊക്കെ പറയാം. ഗച്ഛത സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവൻ. ബോട്ടില്, ചെറിയ ബോട്ടില് വെള്ളത്തിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാള്. പുംസഹ പുരുഷൻ, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവൻ. സർവം ചഞ്ചലം ഭാതി ഇവ, എല്ലാം ചലിക്കുന്നത് പോലെ തോന്നുന്നു. വെള്ളത്തില് ബോട്ടിൽ ഇങ്ങനെ പോകുമ്പോ ആ കരയിലുള്ള മരങ്ങളെല്ലാം ഇങ്ങനെ സഞ്ചരിക്കുന്ന പോലെ, കുടിലുകൾ അതൊക്കെ സഞ്ചരിക്കുന്ന പോലെ തോന്നുന്നു. നമുക്ക് സാധാരണ അനുഭവപ്പെടാറുള്ള, ട്രെയിനിൽ പോകുമ്പോഴും ബസ്സിലൊക്കെ പോകുമ്പോഴും നല്ല സ്പീഡിൽ പോകുമ്പോ നമ്മൾ ബസ്സിനകത്ത് ഇരിക്കുമ്പോൾ പുറത്തുള്ളതെല്ലാം അങ്ങനെ കറങ്ങുന്ന പോലെ തോന്നും. കൊച്ചിലെയൊക്കെ നമുക്ക് ഭയങ്കര രസമായിട്ട് നമ്മൾ ഇതിനെ കണ്ടിട്ടുള്ളത്, എല്ലാം അങ്ങനെ കറങ്ങുന്ന പോലെ. അതുകൊണ്ട് ഈ ജനലിന്റെ അടുത്ത് പോയി ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ കുട്ടികൾക്കും ജനലിന്റെ അടുത്ത് ഇരിക്കാനാണ് ഇഷ്ടം. ഓടുന്ന വെഹിക്കിളിന്റെ, വണ്ടിയുടെ, കാറാണെങ്കിലും ബസ്സാണെങ്കിലും എല്ലാത്തിന്റെയും ജനലിന്റെ അടുത്തിരിക്കാനാണ് ഇഷ്ടം. ഏറ്റവും കൂടുതൽ അത് നന്നായിട്ട് ട്രെയിനിലാണ്. കാരണം അതിന്റെ തൊട്ടടുത്തൊന്നും കാണില്ലല്ലോ. ട്രെയിനിന്റെ തൊട്ടടുത്ത് റോഡിലുള്ള പോലെ കെട്ടിടങ്ങളും കാര്യങ്ങളൊന്നും കാണാതെ നിറയെ വിശാലമായ ദൂരത്തുള്ള സാധനങ്ങൾ കാണാൻ പറ്റുന്നത് ട്രെയിനിൽ ഇരിക്കുമ്പോഴാണ്. അപ്പോ തുറന്ന സ്ഥലത്തുകൂടി ധാരാളം റെയിൽ പാളങ്ങൾ പോകുന്നത് കൊണ്ട് തുറന്ന സ്ഥലത്ത് ഇത് പ്രത്യേകിച്ച് ഇത് അറിയാം. ഇതിങ്ങനെ കറങ്ങുന്ന പോലെ തോന്നും. ഈ മരങ്ങളൊക്കെ ഇങ്ങനെ ഓടുന്ന പോലെ എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ചലിക്കുന്ന കാര്യം നമ്മൾ ഓർക്കില്ല. ഈ പുറത്ത് കാണുന്ന വസ്തുക്കളൊക്കെ ചലിക്കുന്ന പോലെ തോന്നും. എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അവിടെ ശരിയായിട്ട് നിൽക്കുന്ന പോലെയും ഇതെല്ലാം ചലിക്കുന്ന പോലെയും തോന്നും. ഇതെല്ലാവരുടെ ജീവിതത്തിലും നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് പോതേന ഗച്ഛത പുംസഃ സർവം ഭാതീവ ചഞ്ചലം. എല്ലാം ചലിക്കുന്ന പോലെ തോന്നുന്നു. ട്രെയിൻ യാത്രയിലൊക്കെ ഇഷ്ടം പോലെ, ബസ്സിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള, നമ്മൾ ധാരാളം അനുഭവിച്ചിട്ടുള്ള. സ്ഥിരമായി നിൽക്കുന്നവയല്ലേ അവയെല്ലാം? അവ ചലിക്കുന്നവയാണോ? അല്ല, എല്ലാം സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കണം. ആക്ച്വലി ചലിക്കുന്നത് ആരാണ്? നമ്മളാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് തോന്നുന്നതോ അവ ചലിക്കുന്ന പോലെ, ആ വസ്തുക്കളെല്ലാം ചലിക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. ചലിക്കുന്നത് നമ്മളാണ്. അതേപോലെ അകർത്താവായ ആത്മാ വെറുതെ നിൽക്കുക, ഒന്നും ചെയ്യുന്നില്ല. ആത്മാ സാക്ഷിയായി ഇരിക്കുന്നു, അകർത്താവായി ഇരിക്കുന്നു. അദ്ദേഹത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ആത്മാ അദ്ദേഹത്തെ കർത്താവായിട്ട് ഞാൻ ചെയ്യുന്നു, ഞാൻ ഇതാണ്, ഞാൻ ഈ ശരീരമാണ്, ഞാൻ വെളുപ്പാണ്, ഞാൻ കറുപ്പാണ്, ഞാൻ പൊക്കം കൂടിയവനാണ്, ഞാൻ പൊക്കം കുറഞ്ഞവനാണ്, ഞാൻ കേമനാണ്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ എന്ന് പറയുന്നു. ഇതെല്ലാം ഈ ദേഹത്തിനെ പിടിച്ചോണ്ടാ, ആത്മാവിനെ പിടിച്ചുകൊണ്ടല്ല പറയുന്നത്. എല്ലാം ദേഹത്തെ പിടിച്ചോണ്ടാ പറയുന്നത്. എന്റെ കൈ, എന്റെ കാല്, എല്ലാം ദേഹമാണ് എന്റെ കംപ്ലീറ്റ് ദേഹം. എല്ലാം ഈ ശരീരത്തെ ബന്ധിച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സകലതും. അപ്പോ അകർത്താവായ ആത്മാകത്തുണ്ട്. അദ്ദേഹം ഒന്നുമില്ല. അദ്ദേഹം ആ പരബ്രഹ്മസ്വരൂപം നമ്മുടെ ഉള്ളിൽ ശക്തിയായിട്ട്, ചൈതന്യമായിട്ട് നിൽക്കുന്നു. ആ ചൈതന്യം കൊണ്ടാണ് ഈ ശരീരം മുഴുവൻ പ്രവർത്തിക്കുന്നത് എന്നുള്ള ബോധം ഉണ്ടാകാറേ ഇല്ല. ഞാൻ എല്ലാം ചെയ്യുന്നു എന്നൊരു വിചാരമാണ്, അല്ലെ? എല്ലാം അങ്ങനെയല്ലേ? ഞാൻ കാണുന്നു, ഞാൻ നോക്കുന്നു, എല്ലാം ഞാൻ. ആ ചൈതന്യമാണ് ഞാൻ എന്നറിയുന്നില്ല. ചൈതന്യമാണ് ഞാൻ എന്നറിഞ്ഞാൽ അപ്പൊ നമ്മൾ കർത്താവാകില്ല. പൂർവ്വജന്മകൃതമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ശരീരം കിട്ടി, എന്തെല്ലാമോ നടക്കുന്നു, ചെയ്യുന്നു, എന്റെ മുമ്പിൽ വന്ന് കരുതുന്നു, ഞാൻ ചെയ്യുന്നു, ഇതിന്റെ ഫലം ഞാൻ നിശ്ചയിക്കുന്നില്ല, എല്ലാം ഈശ്വര നിശ്ചയം എന്നൊരു സങ്കല്പത്തിലേക്ക് പെട്ടെന്ന് പോകാം. പക്ഷെ അത് ചെയ്യില്ല. ആത്മാ സാക്ഷി മാത്രമാണ് എന്ന് പറയാറുണ്ട്. അപ്പോ ഞാൻ എന്ന് പറയുന്നത് ആ വിചാരം കൊണ്ടാണോ?
സാക്ഷി എന്നുള്ള വിചാരത്തിലാണോ നമ്മളിപ്പോ ഞാൻ എന്ന് പറയുന്നത്? ഇപ്പൊ നമ്മളെല്ലാവരും ഞാൻ എന്ന് പറയുന്നത് ദേഹത്തെ വിചാരിച്ചുകൊണ്ട് തന്നെയാണ്, ഒരു സംശയമില്ല. എല്ലാവരും ഇപ്പോ ദേഹത്തെ വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ 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 എന്ന് പറയുന്നത്. അതല്ലേ നേരത്തെ പറഞ്ഞേ, എന്താണ് ബയോഡാറ്റ? ഞാൻ ആരാ? ബയോഡാറ്റ തരാൻ പറഞ്ഞാൽ നമ്മൾ എന്താ എഴുതുന്നത്? ഈ ആത്മ ഒഴിച്ച് ബാക്കി എല്ലാം എഴുതും, ബാക്കി സകലതും എഴുതും അല്ലേ? ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്ക് ഏത് ദേശം, ഏത് സ്ഥലം, ഏത് വീട്, ഏത് വീട്ടിലത്തെയാണ്, ആരുടെ മകനാണ്, ആരുടെ ഭർത്താവാണ് അല്ലെങ്കിൽ ഭാര്യയാണ്, എല്ലാ കാര്യങ്ങളും എഴുതും. എവിടെയാണ് ജോലി ചെയ്യുന്നത്, എല്ലാത്തിനും ആ ബയോഡാറ്റ കംപ്ലീറ്റ് ദേഹത്തെക്കുറിച്ചുള്ളതാണ്, എല്ലാം ദേഹത്തെക്കുറിച്ചുള്ളതാണ്. അപ്പൊ മനസ്സിലാക്കണം, ഇപ്പൊ ഓർക്കുമ്പോൾ നമുക്കറിയാം അതല്ല ഞാൻ. ഞാൻ ആരാണ്? ഞാൻ ആ ചൈതന്യമാണ്, ശരീരമല്ല ഞാൻ. അതാണല്ലോ ഇത്തരം പഠിപ്പിക്കുന്നത്. അതിപ്പോ പറഞ്ഞ സമയത്ത് പെട്ടെന്ന് അതെങ്ങനെ ശരീരമല്ല എന്ന് പറയണമെന്നൊന്നും ചോദിക്കരുത്. ഇത്രയൊക്കെ പഠിച്ചിട്ട് ഇനി ആ ചോദ്യമൊക്കെ ചോദിച്ചാൽ വെറും മണ്ടത്തരമാണ്. ഇനി അങ്ങനെയൊന്നും ചോദിക്കരുത്. അതൊക്കെ ഇഷ്ടംപോലെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മളിൽ ഉറച്ചിട്ടില്ല, അതിനാണ് നമ്മളിപ്പോ കൂടുതൽ പഠിക്കുന്നത്. നമ്മൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് ശരീരമല്ല, ശരീരം നശിച്ചു പോവും, ചെറുതായിരുന്നു ഇപ്പൊ വലുതായി, ഇനി ഒന്നുകൂടെ കൊഴിയും, തീരെ കുഞ്ഞുങ്ങളെ പോലെയാവും, കടിക്കാൻ മേലുണ്ടാവും, ചെവിക്കാൻ മേലുണ്ടാവും, ചെവി കേൾക്കാൻ മേലുണ്ടാവും, കണ്ണ് കാണാൻ മേലുണ്ടാവും, എല്ലാം പോവും, പഴയ പോലെയാവും. ഏറ്റവും കുഞ്ഞിൽ എങ്ങനെ ഇരുന്നു അതുപോലെ ഇരിക്കും. അപ്പോ ഇതൊക്കെ നമുക്ക് അറിയാം. പക്ഷെ ഇപ്പോഴും നമ്മൾ ശരീരമാണെന്ന് തന്നെയാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയുന്നതൊക്കെ അങ്ങനെ തന്നെ. ഇത് മാറണം. അതിനാണ് ആചാര്യസ്വാമി ഇത്രയും വീണ്ടും 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 ഇത് പറയുന്നത്. അജ്ഞാനം മൂലം നമ്മൾ അറിയുന്നില്ല. അതിന്റെ കാരണം അജ്ഞാനമാണ്. എന്തുകൊണ്ട് ഞാൻ ഈ ശരീരമാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇരിക്കുന്നു? എന്തുകൊണ്ട് എനിക്കതിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല? പക്ഷെ എന്റെ അജ്ഞാനവും എന്റെ അറിവില്ലായ്മയാണ് അതിന് കാരണം. ആ അറിവാണ് വിവേക ചൂടാമണി, തത്വജ്ഞാനം, ഉപനിഷത്തുക്കള്, ഇതെല്ലാം തരുന്നത് ഈ ജ്ഞാനമാണ്, ഈ അറിവാണ്. അപ്പൊ ആ അറിവില്ലായ്മയെ മാറ്റി ഈ അറിവിനെ നമ്മളവിടെ കൊണ്ടുവരുമ്പോ ഞാൻ ഈ ശരീരമാണ് എന്നുള്ള തോന്നല് നമ്മളിൽ നിന്ന് മാറണം. മാറിയേ പറ്റും. മാറിയില്ലെങ്കിൽ മുക്തി എന്നുള്ള സംഭവം ഉണ്ടാവില്ല. മാറണം. അതിനാണ് ആചാര്യസ്വാമി വീണ്ടും വീണ്ടും ഇത് പറയുന്നത്. അപ്പോ നമുക്ക് എപ്പോഴെന്താണ് ശരീരമാണെന്നുള്ള വിചാരം, അപ്പൊ ഉടനെ ഞാൻ ഭോക്താവായി അല്ലേ? എല്ലാം ഞാൻ അനുഭവിക്കുന്നു, ഞാൻ അനുഭവിക്കുന്നു, ഞാൻ. പിന്നെ അനുഭവം സത്യമല്ലേ, അനുഭവം സത്യമല്ലേ എന്ന് നമ്മൾ വാദിക്കും. അതിന്റെ കഥകളൊക്കെ നേരത്തെ പറഞ്ഞു. സ്വപ്നത്തിലെ അനുഭവം ജാഗ്രതയിലില്ല, ജാഗ്രതയിലെ അനുഭവം സ്വപ്നത്തിലില്ല, പിന്നെ സുഷുപ്തിയിലെ അനുഭവം സ്വപ്നത്തിലില്ല, സ്വപ്നത്തിലെ അനുഭവം സുഷുപ്തിയിലില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കിയിട്ടുണ്ട് നേരത്തെ. ഓർമ്മയുണ്ടോന്ന് അറിയില്ല, എല്ലാവരും ഇത് ഓർക്കുക. അപ്പോ ഭോക്താവാകരുത്. ഭോക്താവായാൽ കർത്താവായി, ഭോക്താവായ വീണ്ടും ശരീരമായി. ഭോക്തൃ എന്നുള്ള കർത്തൃത്വവും ഭോക്തൃത്വവും എന്തിനുണ്ട്? ശരീരത്തിനേ ഉള്ളൂ. ആത്മാവിന് കർത്തൃത്വമില്ല, ഭോക്തൃത്വമില്ല, സാക്ഷി മാത്രമാണ്. അപ്പൊ ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണ് എന്ന് പറയുന്നത് ഭോക്തൃത്വം ഉള്ളത് കൊണ്ടാണ്. കുറച്ച് സന്തോഷങ്ങൾ, ഇന്ദ്രിയ സുഖങ്ങളെ കിട്ടുമ്പോൾ ഞാൻ സുഖിയാണ് എന്ന് പറയും. അതേ ഇന്ദ്രിയമായ മനസ്സ്, സൂക്ഷ്മേന്ദ്രിയമായ മനസ്സ്, സങ്കടം മുഴുവൻ ഉണ്ടാകുന്ന സൂക്ഷ്മേന്ദ്രിയത്തില്, അവിടെ മനസ്സിന് വിഷമം വരുമ്പോൾ ഞാൻ ദുഃഖിക്കുന്നു, എനിക്ക് ദുഃഖമാണ്, ഞാൻ വിഷമിക്കുന്നു, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ വിചാരിക്കാൻ, ഇതെല്ലാം വിചാരമല്ലേ? ഇവിടെ ദേഹധർമ്മം എന്റെ ധർമ്മമായി തീരുന്നു. ഞാൻ ആത്മാ എന്നുള്ളതൊക്കെ പോയി, ദേഹധർമ്മം എന്റെ ധർമ്മമായി, ദേഹധർമ്മം എന്റെ ധർമ്മമായി മാറി. രണ്ട് വിധത്തിലുള്ള അധ്യാസം ഇവിടെ ചെയ്യുന്നുണ്ടെന്നാ പറയുന്നത്. ഒന്ന് വസ്തു അധ്യാസം, രണ്ട് വസ്തുധർമ്മ അധ്യാസം. ഒരു വസ്തുവായിട്ട് അധ്യാസം ചെയ്തു, പിന്നെ ആ വസ്തുവിന്റെ ധർമ്മവും അധ്യാസം ചെയ്തു. രണ്ട് തരത്തിലാണ്. അപ്പോ അധ്യാസത്തെ രണ്ടായി പിരിച്ചു പറയും. ധർമ്മി അധ്യാസം, ധർമ്മ അധ്യാസം. വളരെ റയറായിട്ട് കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആചാര്യസ്വാമി വളരെ ഭംഗിയായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു വസ്തു അധ്യാസം, രണ്ട് തരത്തിൽ അധ്യാസം വരും. ഒന്ന് വസ്തു അധ്യാസം, രണ്ട് വസ്തുധർമ്മ അധ്യാസം. അധ്യാസത്തെ രണ്ടായി പിരിച്ച് ധർമ്മി അധ്യാസം എന്നും ധർമ്മ അധ്യാസം എന്നും പറയും. ധർമ്മി അധ്യാസം എന്നാൽ ആ വസ്തുവിനെ തന്നെ ഞാൻ എന്ന് ധരിക്കൽ, ഈ ശരീരത്തെ തന്നെ ഞാൻ എന്ന് ധരിക്കൽ ധർമ്മി അധ്യാസം. ഈ ശരീരം തന്നെയാണ് ഞാൻ എന്ന് ഉറച്ചിരിക്കുമ്പോൾ അത് ധർമ്മി അധ്യാസം. ഇനിയോ ധർമ്മി അധ്യാസം ആ വസ്തുവിന്റെ തന്മയെ ഞാൻ എന്നെടുക്കൽ, വസ്തുവിന്റെ തന്മയെ ഞാൻ എന്നെടുക്കലാണ് ധർമ്മി അധ്യാസം. ആ ശരീരത്തെ ഞാൻ എന്നെടുക്കുന്നു, അപ്പൊ അത് ധർമ്മി അധ്യാസം. ശരീരത്തെ ഞാൻ എന്നെടുക്കുമ്പോൾ ധർമ്മ അധ്യാസം. ശരീരധർമ്മത്തെ എടുക്കുമ്പോഴോ
ധർമ്മ അധ്യാസം. അപ്പൊ ഉടലിന്റെ മരണം എന്റെ മരണം എന്ന് എടുക്കുമ്പോൾ അത് ധർമ്മ അധ്യാസം. ഞാൻ ശരീരം എന്ന് വിചാരിക്കുമ്പോൾ അത് ധർമ്മി അധ്യാസം. ഈ ശരീരം മരിക്കും, ഞാൻ മരിക്കും എന്ന് വിചാരിക്കുമ്പോൾ ആ ശരീരമല്ലേ പോണേ. അപ്പൊ ഞാനാണ് മരിക്കണേന്ന് വിചാരിക്കുന്നു. ശരീരം പോകുമ്പോൾ ഞാൻ മരിക്കുന്നു എന്ന് വിചാരിക്കുന്നു, ഞാൻ മരിക്കും എന്ന് പറയുന്നു. അപ്പൊ ധർമ്മി അധ്യാസമാണ്. ധർമ്മ അധ്യാസമായി. ശരീരത്തിന്റെ ധർമ്മത്തെ എടുത്തുകൊണ്ട് പറയുന്നതെല്ലാം ധർമ്മ അധ്യാസം. ശരീരത്തെ തന്നെ ഞാൻ എന്ന് പറയുമ്പോൾ ധർമ്മി അധ്യാസം. അപ്പോ ആത്മവിഷയത്തിൽ പോലും ഇങ്ങനെ തെറ്റുപറ്റും. ആത്മവിഷയത്തില് ഇങ്ങനെ ധാരാളം തെറ്റുകൾ സംഭവിക്കും. അത് വളരെ കെയർഫുൾ ആയിട്ട് പോകണം. ഇപ്പൊ 2 ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. ഒന്ന് വൃക്ഷവിപര്യാസം. കുളത്തിന്റെ കരയിൽ ചെന്ന് നമ്മുടെ ദൃഷ്ടിദോഷം കൊണ്ട്, ദൃഷ്ടിയുടെ യാഥാർത്ഥ്യത്തെ കാണാതെ ആ ഉപാധിയിൽ നമ്മുടെ ദൃഷ്ടിയെ കൊണ്ടുപോയപ്പോ അവിടെ തലകീഴായി കാണുന്നു, അതായത് അജ്ഞാനം കൊണ്ട്. അതുപോലെ ശരീരത്തെ ആത്മാവായി കാണുന്നു. പിന്നെ രണ്ടാമത് ഇപ്പൊ പറഞ്ഞത്, എങ്ങനെയാണോ ആ വള്ളത്തില് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാഹനത്തിൽ പോകുമ്പോ ചുറ്റിലുമുള്ള വസ്തുക്കളെല്ലാം ചലിക്കുന്നത് പോലെ തോന്നുന്നത്, ആക്ച്വലി അതൊന്നും ചലിക്കുന്നതല്ല, നമ്മളാണ് ചലിക്കുന്നത്. അതുപോലെയാണ് ശരീരം വന്നും പോയും ഇരിക്കുന്നു. ഈ ശരീരത്തിനെ സ്ഥിരമായിട്ടുള്ള ആത്മാവായ ഞാൻ ശരീരത്തിനെ ആത്മാവായി തെറ്റിദ്ധരിക്കുന്നത്, ശരീരത്തെ ആത്മാവായി ധരിക്കുന്നു, ശരീരത്തെ ധരിക്കുന്നു ആത്മാവായിട്ട്. പിന്നെ ശരീരധർമ്മത്തെ നമ്മൾ നമ്മുടെ സ്വധർമ്മമായിട്ട് എടുക്കുകയും ചെയ്യുന്നു. അത് ശരീരധർമ്മമാണ്. സ്വധർമ്മം എന്ന് പറഞ്ഞാൽ ആത്മധർമ്മമാണ്. ഈ കാര്യങ്ങളാണ്, 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനിയും ഉള്ള ശ്ലോകങ്ങളിൽ ഇതേപോലെയുള്ള പല ഉദാഹരണങ്ങളും പറഞ്ഞു തരും. ഇത്തിരി പറഞ്ഞ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതേസമയം വളരെയധികം പ്രയോജനപ്രദവുമായിട്ടുള്ള ഉദാഹരണങ്ങളാണ് പറയുന്നത്. ഇത്തിരി ചിന്തിക്കാനുണ്ട്. ഒരുപാട് ചിന്തിച്ച് ഉറക്കണം ഉള്ളിൽ. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നമ്മളെ സുഗമമായിട്ടുള്ളൊരു അന്തിമ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ഉണ്ടാവുകയുള്ളൂ. അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ആചാര്യസ്വാമികളുടെ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദിച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും സായിരാം. അടുത്ത ദിവസം വീണ്ടും കാണാം. സായിരാം സാർ. സായിരാം. 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 സായിരാം.